ഇതാകെ ഫോർക്ക ചായ. ഞമ്മളല്ല സൂരാവ് ഇപ്പൊ ചായ കുടിച്ചത്. ഇങ്ങനെ മിനിറ്റിന് ചായ കുടിച്ചാ ഞമ്മളെ വയറിന് വല്ല അസുഖം വരൂലെന്ന്. അല്ലാന്ന് ഇതൊരു സ്പെഷ്യൽ ചായ ആണെന്ന്. ഏലക്കായി പൊടിച്ച് ചേർത്ത തേയിലോണ്ടുണ്ടാക്കിയാണ്. ഇത്തിരി കുടിച്ചേക്ക്. കൊള്ളാം, നല്ല അസല് ചായ. ആരുണ്ടാക്കിയാണ്? പടച്ചോനെ, ആരുണ്ടാക്കിയതാണെന്നോ? ഞമ്മളല്ലാതെ വേറെ ആരാണ് ഗഫൂർക്കായി വീട്ടിലുള്ളത്? കരയാതെ സൂറാവി, വെറുതെ കണ്ണീര് വേസ്റ്റ് ആക്കല്ലേക്ക് പ്ലീസ്. അത് പിന്നെ ഞമ്മള് കുടിച്ചു നോക്കിയപ്പോ ചായ കൊടുക്കാത്ത ടേസ്റ്റ്, അതുകൊണ്ട് ചോദിച്ചു പോയാണ്. അതെന്താണ്? ഞമ്മളുണ്ടാക്കിയാല് ചായക്ക് ടേസ്റ്റ് ഉണ്ടാവൂലേ? വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെ ആയിപ്പോയല്ല വാപ്പ അവളെ കാര്യം. എടി സൂറാവി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എനിക്കിങ്ങനെ കണ്ണീരൊലിപ്പിച്ചാലോ? എടി, കരയാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ കരഞ്ഞു തീർത്താലേ പിന്നീട് കരയാൻ കണ്ണീരുണ്ടാവൂല. പിന്നീട് കരയണ്ടെന്ന് വെച്ചാ പോരെ? അപ്പൊ ഞമ്മള് മയ്യത്തായാലോ? അപ്പന് കരയണ്ടേ? എന്റെ ഗഫൂർക്ക, നിങ്ങളിങ്ങനെ കണ്ണിച്ചോരല്ലാത്ത ആളായി പോയല്ലോ. നിങ്ങള് മയ്യത്തായ ഞമ്മളും മയ്യത്താവും. നിങ്ങക്ക് ഞമ്മളോട് ശരിക്കും സ്നേഹമുണ്ടോന്ന്? പിന്നല്ലാണ്ട്. അങ്ങനെയാണെങ്കിലേ ഞമ്മള് രണ്ടാളും മരിച്ചു കഴിഞ്ഞ് ഞമ്മള് നരകത്തിലും നിങ്ങള് സ്വർഗത്തിലായി പോയാലോ? ഞമ്മള് ദൈവത്തിന് ഒരുപാട് നന്ദി പറയും. അപ്പൊ ഞമ്മള് നരകത്തിൽ കിടന്ന് നരകിച്ചോട്ടെ എന്നാ? അപ്പൊ നിങ്ങള് നരകത്തിലും ഞമ്മള് സ്വർഗത്തിലായാലോ? നിങ്ങക്ക് ദൈവത്തിനോട് ദേഷ്യം വരുമോ? അപ്പോഴും ഞമ്മള് ദൈവത്തിന് നന്ദി പറയും. അല്ലോ, നിങ്ങളെ നരകത്തിലാക്കിയാലും പഠിച്ചവനോട് നന്ദി പറയൂ. പിന്നല്ലാണ്ട്. ഈ കൂടല്ലെങ്കിൽ ഏത് നരകവും ഞമ്മക്ക് സ്വർഗപ്പൂങ്കാവനമല്ലേ? സ്വർഗപ്പൂങ്കാവനം.